എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 84 ശ്ലോകം 30 മുതൽ 37 വരെ 8 ശ്ലോകങ്ങൾ നമുക്കിന്ന് നോക്കാം. ആ ഋഷിമാരെല്ലാവരും പോകാൻ പുറപ്പെട്ടപ്പോ വസുദേവരെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഏതുവിധം കർമ്മം ചെയ്താലാണ് കർമ്മങ്ങള് ജനന മരണ ഹേതുക്കളല്ലാതെ വരുന്നത്? ആ മാർഗം ഒന്ന് പറഞ്ഞു തരണേ എന്ന് ഋഷിമാരോട് ചോദിക്കുന്നു. അപ്പൊ നാരദ മഹർഷി അതിന് മറുപടി പറയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. ശ്രീ നാരദ ഉവാച. നാതിചിത്രമിദം വിപ്രാ വസുദേവോ ബുഭുത്സയാ കൃഷ്ണം മത്വാർഭകം എന്ന പൃച്ഛതി ശ്രേയ ആത്മന. ഭരതമഹർഷി പറയാണ്, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, വസുദേവൻ തന്റെ പുത്രനായ കൃഷ്ണൻ ചെറിയ കുട്ടി ആണെന്നുള്ള വിചാരം കൊണ്ട് ശ്രേയമാർഗത്തെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടും നമ്മളോട് ഇതൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ ഇത് കേട്ട് ഒട്ടും ആശ്ചര്യപ്പെടണ്ട കേട്ടോ. ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. കാരണം ഞാൻ പറയാം. സന്നികർഷോ ഹി മർത്യാനാം അനാദരണ കാരണം ഗാംഗം ഹിത്വായ ധാന്യാംബ തത്രത്യോ യാതി ശുദ്ധയേ. എപ്പോഴും അടുത്തിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് മനുഷ്യർക്ക് ഒരു ആദരവില്ലാതെ വരും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയില്ല, അതുപോലെ എപ്പോഴും ഇങ്ങനെ അടുത്തിരിക്കുമ്പോ അതിനൊരു വിലയില്ലാതെ വരും. അത് സാധാരണയാണെന്ന് പറയാം. ഗംഗാതീരത്ത് താമസിക്കുന്ന ആളുകള് പാപ പരിഹാരത്തിനായിട്ട് ആ ഗംഗാജലത്തിൽ കുളിച്ചാൽ മതി, എല്ലാ പാപവും തീരും. പക്ഷെ അടുത്താവുമ്പോ അതിനൊരു വിലയില്ല. അപ്പൊ അതിനെയൊക്കെ ഉപേക്ഷിച്ച് അന്യതീർത്ഥത്തെ ആശ്രയിക്കുന്നത് പോലെ ആണ് അത്. ഉദാഹരണം പറയാം. സർവതീർത്ഥങ്ങളിൽ വെച്ചും ശ്ലാഘ്യമായിരിക്കുന്ന ഗംഗാജലം സമീപത്തിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് അവിടുത്തെ ജനങ്ങള് ആ ജലത്തെ ശുദ്ധികരമായി കരുതാത്തത് ഗംഗയുടെ കുറ്റല്ല, അവരുടെ ബുദ്ധിയിൽ അടുത്തിരിക്കാൻ നിമിത്തം തോന്നുന്ന അനാദരം, അതാണ് കാരണം. അതുപോലെ സർവജ്ഞത്വാദി ഗുണസമ്പൂർണനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്ത് തന്നെ ഉണ്ട്. എന്നിട്ടും വസുദേവര് കർമ്മയോഗ മാർഗം നമ്മളോട് ചോദിക്കുന്നത് അതുകൊണ്ട് ആശ്ചര്യമായിട്ടൊന്നും വിചാരിക്കണ്ട. പറയാ നാരദ മഹർഷി മറ്റു മുനിമാരോട്. യസ്യാനുഭൂതി കാലേന ലയോൽപത്യാദിനാസ്യ വൈ സ്വതോന്യസ്മാശ്ച ഗുണതോ ന കുതശ്ചന രിഷ്യതി. ശ്രീകൃഷ്ണൻ കുട്ടിയാണെന്ന് വസുദേവർക്ക് തോന്നാൻ കാരണം അവിദ്യയുടെ വിലാസം തന്നെ, ആ മായ കൊണ്ട് മറക്കപ്പെട്ട് അജ്ഞത വന്നുകൊണ്ടാണെന്ന് 2 ശ്ലോകം കൊണ്ട് പറയുന്നു. ശ്രീകൃഷ്ണൻ ഭഗവാൻ ജ്ഞാനസ്വരൂപനാകയാൽ ആ ജ്ഞാനം കാലമധികം കഴിയുന്നത് കൊണ്ടോ ലോകത്തിന്റെ ഉൽപ്പത്തി ലയാദികൾ കൊണ്ടോ സ്വതേ തന്നെയോ അന്യനിമിത്തമോ ഗുണവ്യതികര നിമിത്തമുണ്ടാകുന്ന രൂപാന്തര പ്രാപ്തി കൊണ്ടോ നശിക്കുന്നതല്ല. നിത്യജ്ഞാനമാണ് ശ്രീകൃഷ്ണ സ്വരൂപം. പക്ഷെ ആ വസുദേവര് അത് മനസ്സിലാക്കുന്നില്ല. എന്തോ ആ വിദ്യയുടെ വിലാസം എന്നേ പറയാനുള്ളൂ, പറയാ നാരദ മഹർഷി. ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈ അവ്യാഹതാനുഭവമീശ്വരം അദ്വിതീയം പ്രാണാദിഭി സ്വവിഭവൈരുപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈ. യാഗാദിവൃത്തികളാകുന്ന ക്ലേശങ്ങള്, അവയോടുകൂടിയ പുണ്യപാപകർമ്മങ്ങള്, അവയുടെ പരിഭാഗമായ സുഖദുഃഖങ്ങൾ, സത്വാദി ഗുണങ്ങളുടെ വൃദ്ധിക്ഷയങ്ങള്, ഈ വക സംഗതികൾ നിമിത്തം നശിക്കപ്പെടാത്ത ജ്ഞാനസ്വരൂപത്തോടു കൂടിയവനാകയാൽ സർവനിയന്താവും അദ്വിതീയനുമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ആ ഭഗവാന്റെ വിഭൂതികളായിരിക്കുന്ന പ്രാണാദികളാൽ മറയ്ക്കപ്പെട്ടതായി പ്രാകൃത ജനം വിചാരിക്കുന്നു. സൂര്യപ്രകാശം നിമിത്തം ഉണ്ടാകുന്ന മേഘങ്ങള്, മഞ്ഞുകള്, ഗ്രഹണങ്ങള് മുതലായവ സൂര്യനെ മറയ്ക്കുന്നു എന്ന് ജനം വിശ്വസിക്കുന്നത് എങ്ങനെ അയഥാർത്ഥമാണോ അതുപോലെ
ശ്രീകൃഷ്ണനും മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്നത് അറിവില്ലായ്മയുടെ ലക്ഷണം തന്നെയാണ്. ഈ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ സൂര്യബിംബം പൂർണ്ണമായി ഗ്രസിക്കപ്പെട്ടു എന്ന് ജനങ്ങൾ എങ്ങനെ അറിയാം? അത് അവര് ആലോചിക്കണില്ല. അത് മായാവിലാസാണ്. അഥോ ജുർമുനയോ രാജൻ ആഭാഷ്യാനകദുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവാച്യുതരാമയോ. ഹേ രാജാവേ, മുനികൾ തമ്മിൽ ശ്രീകൃഷ്ണന്റെ മഹിമയെ ഇങ്ങനെ കീർത്തിച്ച ശേഷം അവര് വസുദേവനെ സംബോധന ചെയ്ത് സകല രാജാക്കന്മാരും ശ്രീകൃഷ്ണ ബലരാമന്മാരും കേട്ടുകൊണ്ടിരിക്കെ ഇങ്ങനെ പറഞ്ഞു. എല്ലാ ഭഗവാനും ഉണ്ട് ആ സദസ്സില്, ബലരാമൻ സ്വാമി ഉണ്ട്. എന്നിട്ട് വസുദേവരെ സംബോധന ചെയ്തുകൊണ്ട് ആ സദസ്സിൽ വെച്ച് തന്നെ മഹർഷിമാര് പറയാണ്: കർമ്മണ കർമ്മ നിർഹാര ഏഷ സാധു നിരൂപിത യൽ ശ്രദ്ധയായ ജേത് വിഷ്ണു സർവയജ്ഞേശ്വരം മഖൈഹി. കർമ്മം കൊണ്ട് തന്നെ കർമ്മനിവൃത്തി വരുത്താനുള്ള ഉപായം കേൾക്കണം എന്ന് വസുദേവർ ചോദിച്ചതിന് ചുരുക്കമായിട്ട് ആദ്യം ഉത്തരം പറയാണ്. സകല കർമ്മങ്ങളുടെയും ഫലത്തെ ദാനം ചെയ്യുന്ന മഹേശ്വരനായ വിഷ്ണുവിനെ യാഗങ്ങൾ കൊണ്ട് പൂജിക്കുക എന്നുള്ള ഉപായത്താൽ കർമ്മ നിവൃത്തി വരുത്താമെന്ന് ആചാര്യന്മാര് നന്നായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചെയ്യുന്ന സകല കർമ്മങ്ങളും യാഗങ്ങൾ അവയുടെ ഫലദാതാവായ വിഷ്ണുവിനായിക്കൊണ്ട് ആ കർമ്മങ്ങളാകുന്ന യാഗങ്ങൾ സമർപ്പിക്കുക. പൂർണ്ണമായിട്ടും ഭഗവാനങ്ങൾ സമർപ്പിച്ച് ചെയ്യുക, ഫലം ആഗ്രഹിക്കാതെ. ഭഗവാൻ പ്രീതനാവണം. അങ്ങനെ വിഷ്ണു പ്രീത്യർത്ഥം വിധിച്ച കർമ്മങ്ങൾ അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതായാൽ ആ കർമ്മം ബന്ധഹേതുവായിട്ട് വരില്ല. അതാണ് മഹായാഗം. അന്യസാധനങ്ങളോ യാചകന്മാരോ മന്ത്രതന്ത്രങ്ങളോ ഒന്നും ആ മഹത്തായ യാഗത്തിന് ആവശ്യമില്ല. ഭഗവാൻ പ്രസാദിക്കണം എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് ഭഗവാന് സമർപ്പിച്ചങ്ങോട്ട് ചെയ്യുക. അല്ലാതെ ഒരു ഫലവും കാക്ഷിക്കരുത്. അതിനുള്ള വിവേകം മാത്രം ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കർമ്മം ജന്മമരണാദി കാരണമായി വരില്ല എന്ന് നിങ്ങൾ ധരിച്ചോളൂ. ചിത്തസ്യോപശമോയം വൈ കവിഭിഃ ശാസ്ത്രചക്ഷുഷാ ദർശിത സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹ. സകല കർമ്മങ്ങളും വിഷ്ണു പ്രീതിക്കായി സമർപ്പിക്കുന്നതായ ഈ മാർഗം പൂർവ ആചാര്യന്മാരാൽ ശാസ്ത്രമാകുന്ന അവരുടെ ദൃഷ്ടിയാൽ കണ്ടുപിടിക്കപ്പെട്ട മാർഗമാണ്. അതുകൊണ്ട് ചിത്തം ഉപശമത്തെ പ്രാപിക്കും. കർമ്മം അനുഷ്ഠിക്കാനും ഏറ്റവും എളുപ്പമുണ്ട്. ഒന്നും ഒരു ഫലം കാക്ഷിക്കണില്ല, ഭഗവാൻ പ്രസാദിക്കണം. അല്ല, പൂർണ്ണമായിട്ട് സമർപ്പിച്ചങ്ങോട്ട് ചെയ്യാം. അപ്പൊ എന്താ? ശാന്തമാകും ചിത്തം, അല്ലെ? അത് സന്തോഷം, സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോ എന്താ? ഒരു പ്രീതി, അവനവന് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാവും. ഇതാണ് സകല വർണ്ണാശ്രമികളും അനുഷ്ഠിക്കേണ്ടതായ ഉത്തമധർമ്മവും ഇത് തന്നെയാണ്. അയം സ്വസ്ത്യയന പന്ഥ ദ്വിജാതേർഗൃഹമേധിന യൽ ശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനേച്ഛേദ പൂരുഷ. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിരിക്കുന്ന ബ്രാഹ്മണരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഒക്കെ ഇത് ഏറ്റവും ക്ഷേമകരമായിരിക്കുന്ന മാർഗമാണ്. അവരെല്ലാവരും ന്യായമായ സ്വധർമ്മത്താൽ സമ്പാദിച്ച ധനം കൊണ്ട് സർവാന്തര്യാമിയായ ഈശ്വരനെ ആരാധിക്കണം. ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന ഈ ആരാധന കൊണ്ട് കർമ്മബന്ധത്തിൽ നിന്ന് മോചിതനാവാൻ സാധിക്കും. അപ്പോൾ ജന്മസാഫല്യത്തെ നൽകുന്ന സുഗമ മാർഗം ഇത് തന്നെയാണ്. യാചനം, അധ്യാപനം, പ്രതിഗ്രഹം എന്നീ 3 മാർഗത്തിൽ സിദ്ധിക്കുന്ന ധനം ബ്രാഹ്മണന് ശുദ്ധാണ്. പിന്നെ യുദ്ധം, പ്രജാപാലനം, ദണ്ഡം ഈ മാർഗത്തിൽ കൂടി കിട്ടുന്ന ധനം ക്ഷത്രിയന് ശുദ്ധമായ ധനമാണ്. കൃഷി, പശുപരിപാലനം, വാണിജ്യം ഇതുകൊണ്ടൊക്കെ കിട്ടുന്ന മുതല് വൈശ്യന് ശുദ്ധധനമാണ്. ഓരോരുത്തർക്കും ഒരു കർമ്മം വിധിച്ചിട്ടുണ്ട്, ആ വഴി കൂടെ ലഭിക്കുന്ന ധനം അത് ശുദ്ധമാണ്. പിന്നെ ശൂദ്രന് ബ്രാഹ്മണ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അങ്ങനെ സിദ്ധിക്കുന്ന ധനം ശൂദ്രന് ശുദ്ധധനം. അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയത്, ഭാര്യയുടെ വഴിക്ക് സിദ്ധിച്ചത്, ഈ വക ധനമൊക്കെ എല്ലാവർക്കും ശുദ്ധമാണ്. ആരിൽ നിന്ന് ചോദിക്കാതെ അങ്ങനെ ആ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആ ധനം അത് ശുദ്ധം. ഇങ്ങനെ സിദ്ധിക്കുന്ന ശുദ്ധധനത്താൽ തങ്ങൾ ചെയ്യുന്ന ആ പ്രജാപരിപാലനാദി ക്രിയകള് ഈശ്വരന്റെ ആജ്ഞ പാലിക്കുന്ന പ്രവൃത്തിയായിട്ട് കരുതി അതിൽ ലാഭാലാഭങ്ങളെയും മോദഖേദങ്ങളെയും ഒന്നും വകവയ്ക്കാതെ ശാന്തചിത്തനായിരിക്കുന്നത് തന്നെയാണ് കർമ്മങ്ങളെ ഈശ്വരങ്ങൾ സമർപ്പിക്കുന്നതായ മാർഗം. അത് കിട്ടിയ ധനം അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അതിൽ സംതൃപ്തരായിട്ടിരിക്കുക. അതിന്ന് കുറച്ച്
ധനം എടുത്തിട്ട് ഈശ്വര കർമ്മങ്ങൾ ചെയ്യാം സന്തോഷമായിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന കർമ്മം പൊറുത്ത വിത്ത് എന്ന പോലെ ബന്ധഹേതുവല്ലാത്തതിനാൽ ഇത് കർമ്മങ്ങളെ അതിക്രമിക്കാനുള്ള ഉപായമാണ്. ദക്ഷിണ സ്വീകാരം, കരം ചുമത്തല്, കച്ചവടത്തില് ലാഭം സ്വീകാരം, കടത്തില് പലിശ ചുമത്തല്, ഇതൊക്കെയും ശാസ്ത്ര നിശ്ചയം അനുസരിച്ചായിരിക്കണം. മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടാവരുത്. അതിനൊരു നീതി ഉണ്ടല്ലോ, ആ നിയമപ്രകാരം ചെയ്യുന്നതിന് തടസ്സമില്ല, അത് ശുദ്ധധനാണ്. അപ്പോളെ അങ്ങനെ നിയമപ്രകാരം നീതിപൂർവം ചെയ്താൽ മാത്രമേ ധനത്തിന് ശുദ്ധിയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.